എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യേശുവിന്റെ ഉപമകളിൽ വളരെ ചെറുതും എന്നാൽ ഒരുപാട് ആഴങ്ങളുള്ളതുമായ ഒന്നാണ് മൂല്യമേറിയ മുത്തിന്റെ ഉപമ. ഈ ലളിതമായ കഥയിലെ വലിയൊരു സത്യം എന്താണെന്ന് നമുക്കൊരുമിച്ച് കണ്ടെത്താം. ഈ ഉപമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥ കേൾക്കാം. അപ്പോൾ ഇതാണ് ആ ഉപമ. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണല്ലേ? ഒരു കച്ചവടക്കാരൻ നല്ല മുത്തുകൾ തേടി നടക്കുന്നു. ഏറ്റവും വിലപിടിപ്പുള്ള ഒരെണ്ണം കണ്ടപ്പോൾ തന്റെ കയ്യിലുള്ളതെല്ലാം വിറ്റിട്ട് അത് വാങ്ങി. പക്ഷേ ഈ ഒരു ചെറിയ കഥയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വ്യാപാരിയൊന്ന് പരിചയപ്പെടാം. ആരാണ് അയാൾ? നമ്മുടെയൊക്കെ ജീവിതവുമായി ഇയാൾക്ക് എന്താണ് ബന്ധം? ഈ ഉപമയിലെ വ്യാപാരി വെറുമൊരു കച്ചവടക്കാരനല്ല. അയാൾ എന്തോ ഒന്ന് സജീവമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ജീവിതത്തിനൊരർത്ഥം വേണം. സത്യം എന്താണ്, എവിടെയാണ് സമാധാനം കിട്ടുക എന്നൊക്കെ തിരയുന്ന നമ്മളെ ഓരോരുത്തരെയും പോലെയാണ് അയാൾ. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആത്മീയമായി ഉണർന്നിരിക്കുന്നവർ എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വ്യാപാരിക്ക് ഒരുപക്ഷെ നേരത്തെ തന്നെ ഒരുപാട് നല്ല മുത്തുകൾ കയ്യിലുണ്ടായിരുന്നിരിക്കാം. പണം, നല്ലൊരു ജോലി, സ്നേഹമുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും വിലപിടിപ്പുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ? പക്ഷേ ചോദ്യം ഇതാണ്, ഇവയാണോ ഏറ്റവും വിലയേറിയത്? ശരി, ഇനി നമുക്ക് ഈ കഥയുടെ ആ ടേണിംഗ് പോയിന്റിലേക്ക് വരാം. ആ വ്യാപാരിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഒരു നിമിഷം. അപ്പോ എന്താണ് ഈ വിലയേറിയൊരൊറ്റ മുത്ത്? ഇത് വെറുമൊരു നല്ല സാധനമല്ല. ഇത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കണ്ടെത്തലാണ്. യേശുവിനെ പൂർണ്ണമായി അറിയുന്ന രക്ഷയുടെ ആ ഒരു അനുഭവം കിട്ടുന്ന നിമിഷമില്ലേ, അതാണ്. ആ ഒരു കണ്ടെത്തലോടെ അതുവരെ വിലപിടിപ്പുള്ളതായി കരുതിയ ബാക്കി എല്ലാത്തിനും രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഇവിടെയാണ് ആ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇത് നല്ലതും ചീത്തയും തമ്മിലുള്ളൊരു ചോയ്സ് അല്ല, അത് ശ്രദ്ധിക്കണം. മറിച്ച് ഈ ലോകം നമുക്ക് തരുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അവയ്ക്കിടയിൽ നിന്ന് ഏറ്റവും മികച്ച ഒന്നിനെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് ഈ ഉപമ നമ്മളോട് പറയുന്നത്. നോക്കൂ, ആ വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റു എന്ന് പറയുമ്പോൾ അതൊരു സങ്കടത്തോടെയുള്ള ത്യാഗമായിരുന്നില്ല, ഒരിക്കലുമല്ല. പകരം അതിനേക്കാളൊക്കെ എത്രയോ മൂല്യമുള്ള ഒന്നിനെ തിരിച്ചറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ബോധപൂർവം എടുത്തൊരു തീരുമാനമായിരുന്നു അത്. കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ കഥ ഒരു നഷ്ടക്കച്ചവടത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ലാഭത്തെക്കുറിച്ചാണ്. നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്നുകൂടി വരാം. അവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ്. ഈ എല്ലാം എന്ന വാക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ആ ഏറ്റവും വലിയ നിധി സ്വന്തമാക്കാൻ ഒരു പൂർണ്ണമായ സമർപ്പണം ആവശ്യമാണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇതിനർത്ഥം നമ്മുടെ കയ്യിലുള്ളതെല്ലാം വലിച്ചെറിയണം എന്നല്ല കേട്ടോ. ദൈവം നമ്മളോട് അതല്ല ആവശ്യപ്പെടുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകളെ ശരിയാക്കാനാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും അവയുടെ ശരിയായ സ്ഥാനത്ത് ശരിയായ മൂല്യത്തോടെ വന്നു നിൽക്കും. അപ്പോ ആ വ്യാപാരിക്ക് പകരം കിട്ടിയത് എന്തൊക്കെയാണെന്ന് നോക്കൂ. ലോകത്തിലെ മുത്തുകൾ വിറ്റപ്പോൾ അയാൾക്ക് ലഭിച്ചത് എന്താണ്? പാപമോചനം, സമാധാനം, ജീവിതത്തിനൊരു ലക്ഷ്യം, നിത്യജീവൻ. ഇതൊന്നും ഈ ലോകത്തിന് തരാൻ കഴിയാത്ത, അതിനേക്കാളുമൊക്കെ എത്രയോ വിലയേറിയ നിത്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഉപമ നമ്മുടെ ഓരോരുത്തരുടെയും അടുത്തേക്കാണ് വരുന്നത്. ഇതൊരു തീരുമാനമെടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ആ മുത്ത് എന്താണെന്ന് തിരിച്ചറിയാനും അത് സ്വന്തമാക്കാനായി ഒരു തെരഞ്ഞെടുപ്പ് നടത്താനും യഥാർത്ഥ വിശ്വാസം നമ്മളെ പ്രേരിപ്പിക്കും. ഈ ഉപമയുടെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. നമ്മുടെ ജീവിതത്തിലെ ആ യഥാർത്ഥ വിലമതിക്കാനാവാത്ത മുത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിക്കാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ.